Hi everyone, welcome to our YouTube channel Mentor FX. So നമുക്ക് ഇന്ന് മൺഡേ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് ഇന്ന് തീർന്നിരുന്നു. ആൻഡ് നമ്മൾ രാവിലെ ഈ ട്രേഡ് നമുക്ക് ഗ്രൂപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ഫാളായിരുന്നു. ഫാൾ ഈസ് നോട്ട് അൺഎക്സ്പെക്റ്റഡ്, ബട്ട് പെട്ടെന്ന് അതിൽ ചാടി ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഗ്രൂപ്പിൽ ഒരു എൻട്രി കൊടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ അവർ നെക്സ്റ്റ് എൻട്രി വാസ് ഹിയർ. ദിസ് വാസ് അവർ സെക്കൻഡ് എൻട്രി. ഓക്കെ, ഏകദേശം 22,675 ആ റേഞ്ചിൽ നിന്ന് വരികയാണെങ്കിൽ എടുക്കാൻ പറഞ്ഞിരുന്നു. മാർക്കറ്റ് കയറി വന്നു, ബട്ട് നമ്മുടെ എൻട്രി ടാപ്പ് ചെയ്യാതെ തന്നെ താഴോട്ട് ഫോളോ ചെയ്യായിരുന്നു. ചെറിയൊരു 10 പോയിൻറ്റ് വ്യത്യാസമില്ല. അതുകൊണ്ടും ആ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഫൈൻ, ഓക്കെ. നമ്മുടെ ഒരു സെറ്റപ്പിൽ കിട്ടാതെ നമ്മളൊരിക്കലും നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടാതെ നമ്മളൊരിക്കലും ട്രേഡ് ചെയ്യാൻ പാടില്ല. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ സ്റ്റിൽ ദെയർ, നമുക്ക് നെക്സ്റ്റ് ദിവസങ്ങളിലെ എൻട്രിയും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നാളത്തെ നമ്മുടെ വ്യൂ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ നാളത്തെ ലെവൽസ്. നിങ്ങൾ നോക്കി വെച്ചോ. ബട്ട് കറൻ്റ്ലി ഗിഫ്റ്റ് നിഫ്റ്റി ഈസ് റണ്ണിങ് എബോവ് നമ്മുടെ നിഫ്റ്റിയെ കാട്ടി ഏകദേശം ഒരു 200 പോയിൻറ്റ്സ് എബോവ് ആണ് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. ബട്ട് അതുകൊണ്ട് തന്നെ നാളെ ചിലപ്പോൾ ഒരു മൈനർ ഗ്യാപ്പ് അപ്പ് ഓർ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും ഉണ്ടാവുക. ബട്ട് നാളെ ഇനി ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ പോലും നമ്മൾ നോക്കുന്നത് എന്തായിരിക്കും? നമ്മൾ നോക്കുന്നത് സെൽ ഓൺ ദ റൈസ് തന്നെ ആയിരിക്കും. 23,000 മുകളിൽ നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നവരെ, നമ്മുടെ നിഫ്റ്റി 23,000 മുകളിൽ ഹോൾഡ് ചെയ്യുന്നവരെ നമ്മൾ ഒരു ബുള്ളിഷ് സൈഡിലോട്ട് ട്രേഡ് എടുക്കത്തില്ല. ഓക്കെ, അവർ എയിം ഈസ് ഓൺലി എന്താണ്? സെൽ ഓൺ ദ റൈസ്. 22,900 ഈ റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ നിഫ്റ്റീനെ നാളെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ, സോ നമുക്ക് ഇവിടെ എല്ലാം ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ആ ഗ്യാപ്പിൽ മുകളിൽ പോയിട്ട് വീണ്ടും താഴോട്ട് വീഴുന്നത്. സോ നമ്മൾ നോക്കിയാൽ കാണാം നമ്മുടെ പുറകോട്ടുള്ള എല്ലാ സിനാരിയോസും. മുകളിൽ ഓപ്പൺ ചെയ്യുക, മുകളിൽ പോവുക, താഴോട്ട് വീഴുക, മുകളിൽ ഓപ്പൺ ചെയ്യുക. സോ ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ഒരു കുറച്ച് ഈ ഒരു മന്തിലെ ഫുൾ ക്യാരക്ടർ. ഒന്ന് റേസ് ചെയ്യുക, വീണ്ടും താഴോട്ട് വീഴുക. കാരണം ഈ വാർ മാത്രമല്ല നമുക്ക് നിഫ്റ്റിയെ നമുക്ക് വാല്യുവേറ്റ് ചെയ്യാനുള്ള കാര്യം. നമുക്ക് ഇന്ത്യൻ റുപ്പീനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പി എഗെയിൻസ്റ്റ് US ഡോളർ ഏകദേശം 93 റുപ്പീസാണ്. ഓക്കെ, 93 ആയിട്ടുണ്ട്. സോ ഇത് മാർക്കറ്റിൽ ഭയങ്കര വീക്ക്നെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമുക്ക് ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറയുക എന്നുള്ളത്. കാരണം ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ FIAs തുടങ്ങിയ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവർ ഇൻവെസ്റ്റ് ചെയ്യൽ ഓൾറെഡി നമുക്കറിയാം ഒരുപാട് സെല്ലിങ്ങിലാണ്. സോ അവർക്ക് ഇവിടെ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ലാഭങ്ങൾ ഉണ്ടാക്കാൻ കഴിയത്തില്ല. കാരണം ഡോളറിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് അവർ ഇന്ത്യൻ റുപ്പിയിലാക്കി കഴിഞ്ഞിട്ട് അവർക്ക് എന്ത് കിട്ടും? കാരണം രൂപയ്ക്ക് മൂല്യമില്ലെങ്കിൽ അവർക്ക് നമ്മുടെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉള്ള അത് സിമ്പിൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാകത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വാർ മാത്രം നോക്കി അല്ല നമ്മൾ ഈ ട്രേഡ് നമ്മൾ ഇതിനെ വാല്യുവേറ്റ് ചെയ്യേണ്ടത്. വാർ ജസ്റ്റ് എന്തെങ്കിലും ഗുഡ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഗിഫ്റ്റ് നിഫ്റ്റി ഓൾവേസ് അത് മുകളിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഗ്യാപ്പപ്പിൽ മാർക്കറ്റ് വരും, അത് ഷുവറാണ്. ബട്ട് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കൂടുന്ന വരെ ഒരു 90 ബിലോ പോകുന്ന വരെ നമുക്ക് സെല്ലിങ് കണ്ടിന്യൂസ് ഉണ്ടാവും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെൽ ഓൺ റൈസ് ആണ് നമ്മൾ നാളെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും സെല്ല് ചെയ്യാം. ഇവിടുന്ന് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ നിഫ്റ്റി കയറുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ നമ്മൾ ലാസ്റ്റ് വീഡിയോസിലൊക്കെ ഇതേപോലെ ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെ നിഫ്റ്റി വീണ്ടും ടച്ച് ചെയ്ത് താഴെ പോവുകയാണെങ്കിൽ വീണ്ടും നമുക്ക് നിഫ്റ്റിനെ സെല്ല് ചെയ്യാം. കണ്ടോ, ഈ ഇങ്ങനൊരു സിനാരിയോസ് കിട്ടുകയാണെങ്കിൽ വീണ്ടും ഇവിടുന്ന് സെല്ല് ചെയ്യാം. അതല്ല ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ 23,000 മുകളിൽ നിഫ്റ്റി എത്തുന്ന വരെ നമ്മളൊരു ബൈയിങ് സൈഡിലോട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. 23,000 മുകളിൽ നിഫ്റ്റി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈ സൈഡിലോട്ട് പോവാം. ഒരു ക്വിക്ക് സ്കാൽപ്പൊക്കെ മുകളിലോട്ടുള്ള മൂവ്മെൻറ്റിൽ നമുക്ക് ചെയ്യാം. അതല്ലാതെ ഒരു ഡയറക്ഷണൽ ട്രേഡ് നമുക്കുള്ളത് നമ്മുടെ ട്രെൻഡിന് അഗെയിൻസ്റ്റ് അല്ല, നമ്മുടെ ട്രെൻഡിനൊപ്പം തന്നെ ആയിരിക്കും. കാരണം വീക്കിലി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വി ആർ കംപ്ലീറ്റ്ലി ബിയറിഷ്. ഓക്കെ, ഡെയിലി നമ്മളെടുത്ത് നോക്കി അറിയാം വി ആർ കംപ്ലീറ്റ്ലി ബിയറിഷ്. ഓക്കെ,
4 hourൽ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം വി ആർ കംപ്ലീറ്റ്ലി ബിയറിഷ്. സോ 50 minutes ഓൾസോ വി ആർ ഇൻ ബിയറിഷ്. ഓക്കെ, സോ 50 minutes നമ്മൾ ഏറ്റവും ടൈം ഫ്രെയിമിൽ നമ്മൾ എന്താണോ നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മുടെ മാർക്കറ്റിൽ ഷോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ ട്രേഡ് ഉണ്ടാവേണ്ടത്. ആ സൈഡിലൂടെ നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടത്തുള്ളൂ. ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് കാണിക്കുകയാണെങ്കിൽ 23,000 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 23,000 മുകളിൽ നമുക്ക് ബുള്ളി സൈഡിലോട്ട് എൻട്രി നോക്കാം. അതുവരെ നമുക്ക് നോ സി സൈഡ് എൻട്രി, ഓൺലി സെൽ ഓൺ റൈസ്. ഓക്കെ, സോ ഇതാണ്. വേറെ ഇത് ഞാനിന്നും സ്റ്റോക്കൊന്നും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഐ ആം നോട്ട് കംഫർട്ടബിൾ ആൻഡ് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു എനിക്ക്. സോ അതുകൊണ്ട് തന്നെ സ്റ്റോക്സും ഇപ്പോഴും ഐ ആം നോട്ട് ഓക്കെ വെൽ. ഓക്കെ, സോ 23,000 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ടുള്ള ഒരു എൻട്രി നോക്കാം. അതല്ലെങ്കിൽ നാളെ അഗെയിൻ സെൽ ഓൺ റൈസ്. ആൻഡ് ഈ ട്രെൻഡ് ലൈൻ നിങ്ങൾ ആലോചിച്ച് വെച്ചോ. ആൻഡ് ദിസ് ഈസ് നോട്ട് എ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ, ദിസ് ഈസ് ഓൺലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. ഓക്കെ, സോ ഈ ലോയിൻ്റെ താഴോട്ടുള്ള നമ്മുടെ ടാർഗറ്റ്സ് ഉള്ളത് 22,343, 20,253. ഇതാണ് നമ്മുടെ താഴോട്ടുള്ള ടാർഗറ്റ്. ഓക്കെ, ഇതിന് മുകളിൽ നമ്മൾ 20,900 സെൽ ഓൺ റൈസ്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ നമ്മൾ സെൽ ഓൺ റൈസ് തന്നെ ആയിരിക്കും. ഈ റെഡ് ലൈനിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബുള്ളിഷ് സൈഡിലോട്ടുള്ള ട്രേഡ്സ് പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നാളത്തെ പ്ലാൻ. ഈ ചെറിയ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു, ഗുഡ് നൈറ്റ്.